മിക്സ് തേച്ച ആ ഒരു സൈഡ് വേണം നമ്മുടെ പാനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെയിൻബോ ഫാമിലിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയണ്ടേ, നമ്മൾ ഡൊമിനോസിലൊക്കെ പോകുമ്പം കഴിക്കാറുള്ള ഗാർലിക് ബ്രെഡ് ഇല്ലേ, നമ്മളിന്ന് ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗാർലിക് ബ്രെഡ്. അപ്പം നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇത് ഒറിഗാനോ ആണ്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതാണ്, പിന്നെ ഇത് കുറച്ച് ചീസ്. ഈ ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ, അതുപോലെ ചീസ് മൊസറല്ല ചീസാണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ബട്ടറും അതിനുശേഷം വെളുത്തുള്ളി, ഇത്രയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബട്ടർ എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുറച്ച് ലിക്വിഡി ആയിട്ടുള്ളൊരു ഫോമിൽ എടുക്കാം. ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഗാർലിക്കും ബട്ടറും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റാണ്. എന്നാലേ നമ്മൾ ആ കറക്റ്റ് ഡൊമിനോസിൻ്റെ ടേസ്റ്റിലുള്ള ഗാർലിക് ബ്രെഡ് ആകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഇല്ലേ, അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്ലൈസ് ബ്രെഡിൽ ഈ ഒരു മിക്സ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം. ഒരുപാട് ചീസൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത ഭാഗം പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചെറുതായി ചൂടായി. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഇല്ലേ, ഈ ഒരു നമ്മൾ മിക്സ് തേച്ച ആ ഒരു സൈഡ് വേണം നമ്മുടെ പാനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിന്റെ മുകളിലേക്ക് വീണ്ടും ഈ ഒരു മിക്സ് ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ലൊരു സ്പ്രെഡ്, നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഉപ്പ് ചേർക്കാവുന്നത് എൻ്റെ ബട്ടർ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാവുന്നത് കേട്ടോ. ഈ ഒരു എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്തെടുത്തു. ഈ ബ്രെഡിൻ്റെ 2 ഭാഗവും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഭാഗം ടോസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം നന്നായി ടോസ്റ്റ് ആയിട്ടുണ്ടോ. ഈ ബട്ടർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രെഡ് 2 ഭാഗം ടോസ്റ്റ് ആയി മുറിഞ്ഞു വന്നു. ഇപ്പം 2 സൈഡും നന്നായി ടോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഡൊമിനോസ് സ്റ്റൈൽ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമൽ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ,
നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് അതിനകത്ത് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി മറ്റൊരു ഈസി റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.